കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് അപ്പോൾ അസസ്മെന്റ് വരുമ്പോൾ മനുഷ്യരിങ്ങനെ പുറമേ നോക്കും. മത്തായി 23:27 കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. ഇതാണ് നത്തിങ് മോർ നത്തിങ് ലെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഒന്നും പറയാനില്ല. കാര്യമുള്ള ഈ അസസ്മെൻ്റ് എന്ന് വെച്ചാൽ വിലയിരുത്തൽ, ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ ദൈവം പുറമേ നോക്കി നമ്മളെ വിലയിരുത്തണില്ലെന്നാണ് എൻ്റെ അർത്ഥം. ലൂക്ക 11:39 അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. മനുഷ്യനെ ഓക്കെയാക്കാൻ നമുക്ക് എളുപ്പമാണ്. കാര്യം മനുഷ്യനെ പുറമേ കണ്ടിട്ട് എല്ലാം ഓക്കെയാണെന്ന് സർട്ടിഫൈഡ് എന്ന് പറയും. ദൈവം അകവും പുറവും കാണുന്ന കാരണം ഈ അകം എപ്പോഴും വൃത്തിയായില്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ദൈവത്തിന് ഫീൽ ചെയ്യും. അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എപ്പോഴും നമ്മൾ സുവിശേഷവിധമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അകത്തിനാണ് പ്രാധാന്യം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.